നമ്മുടെ 1500 വരുന്ന അൽഹിന്ദിൻ്റെ ഹാജിമാരൊക്കെ ഇപ്പോൾ മദീനയിലാണുള്ളത്. മദീനയിൽ വന്നിട്ട് ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു. നമ്മുടെ അഹദ് മദനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്ത് നേരെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. നമ്മുടെ ബാക്കി വരുന്ന മുഴുവൻ ഹാജിമാരും ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ദുൽഹജ്ജ് 4-ന് ഇവിടെ നിന്നും ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മുടെ ആളുകളൊക്കെ വളരെ സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ് 5 ദിവസം ഇവിടെ വളരെ നന്നായി കഴിച്ചു കൂട്ടി, എല്ലാ സിയാറത്തും നടത്തി. നമ്മളെ ഷബീർ ഭായിയും അതുപോലെ തന്നെ സമദിക്കൊക്കെ നമ്മളെ വല്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഹാജിമാരും വളരെ സന്തുഷ്ടരാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ടാണ് പോണത്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയോടുകൂടി മക്കയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. സന്തോഷം. അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് മദീനത്തിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയുടെ നേതൃത്വത്തിലാണ് നമ്മളിന്ന് പോകുന്നത്. വളരെ സന്തോഷകരമായ ഒരു മദീന യാത്രയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഭക്ഷണത്തിലായാലും ഹറമിൽ റൗദയിൽ പോകുന്നതിന് വളരെ അടുത്ത് സൗകര്യം ചെയ്തതുകൊണ്ടുമൊക്കെ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഇവിടെ താമസം ഒരുക്കുകയാണ് അൽഹിന്ദ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പം നമ്മളെ മദീനത്തിൽ നിന്ന് 5 ദിവസമേ താമസമുള്ളൂ. ബാക്കി നമ്മൾ മക്കയിലേക്കാണ് പോകുന്നത്. മക്കയിൽ ഉംറ നിർവഹിക്കാനാണ് പോകുന്നത്. നമ്മൾ ഉംറ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 8-ന് ഈ മീനായിലേക്ക് പോകണം. അത് കഴിഞ്ഞ് അറഫയിലേക്ക് പോകണം. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഈ മീനായിലേക്ക് വന്ന് നമ്മൾ ജംറയിൽ കല്ലെറിയണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇതെന്താ അൽഹിന്ദിൻ്റെ ഗ്രൂപ്പിൽ മദീനയിൽ 5 ദിവസമേ കിട്ടുന്നുള്ളൂ എന്ന്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഹജ്ജിന് ഒരു സലഫി അമീറിൻ്റെ കീഴിലാണ് നിങ്ങൾ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അൽഹിന്ദ് അതിന് വേണ്ട സൗകര്യം ഒരുക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ സലഫി ആശയത്തോട് താല്പര്യമുള്ളവർക്കൊക്കെ ഹജ്ജിന് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ സലഫി ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഒരു സലഫി അമീറിൻ്റെ കീഴിൽ അത്തരം ആശയത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കും. ഈ വർഷം 35 ബസ്സുകളും അമീറുമാരുമാണ് അൽഹിന്ദിനുണ്ടായിരുന്നത്. അതിൽ 34 ബസ്സുകളും സുന്നി അമീറുമാരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. സലഫി അമീറിൻ്റെ കീഴിൽ ഒരു ബസ്സും. സലഫി അമീറായിട്ട് കുണ്ടോട്ടി പുളിക്കലിലുള്ള അഹദ് മദനിയായിരുന്നു. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് മാത്രമാണ് ദുൽഹജ്ജ് 1-ന് മദീനയിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെടുന്നത്. ഇവർ ഇന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്തിട്ടാണ് മക്കയിലേക്ക് പുറപ്പെടുന്നത്. മക്കയിലെത്തി ഒരു ഉംറ നിർവഹിച്ച് പിന്നീട് മക്കയിൽ വെച്ച് ഹജ്ജിന് ഇഹ്റാം ചെയ്യും. ബാക്കി വരുന്ന നമ്മുടെ ഹാജിമാരൊക്കെ ദുൽഹജ്ജ് 4-നാണ് മക്കയിലേക്ക് പുറപ്പെടുന്നത്. അവർ ദുൽഹുലൈഫ മീക്കാത്തിൽ നിന്നും ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടാണ് പുറപ്പെടുന്നത്. കൊടുവള്ളി ജൗഹർ ഹാജിമാർക്ക് വേണ്ട സാങ്കേതിക നിർദ്ദേശങ്ങളൊക്കെ നൽകി. ഈ പോണ പോക്കിന് എന്തെങ്കിലും ഒന്ന് അടുത്തങ്ങ് പോയാൽ എന്തുണ്ടാവില്ല, നമ്മൾ പോലും അറിയൂല. സംഗതി മക്കയും മദീനയും ഒക്കെ തന്നെ. അപ്പൊ എന്താക്കണം, അത് ശ്രദ്ധിക്കണം. എല്ലാവരും ഇഹ്റാമിന്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇഹ്റാം വസ്ത്രവും അണിഞ്ഞ് ദുൽഖുലൈഫ മീക്കാത്ത് ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ്. മദീനയിൽ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്ത് എല്ലാവരും ദുൽഖുലൈഫ മീക്കാത്തിലെത്തി. മാഷാ അല്ലാഹ്, അങ്ങനെ ഈ വർഷത്തെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാനായിട്ട് ദുൽഖുലൈഫ മീക്കാത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളിതിനു മുമ്പൊക്കെ ഹജ്ജിന് നിയ്യത്ത് ചെയ്ത് നാട്ടിൽ നിന്ന് വന്നെങ്കിലും, അല്ലെങ്കിൽ ഹജ്ജ് എന്ന ഉദ്ദേശത്തിൽ നാട്ടിൽ നിന്നും വന്നെങ്കിലും, നമ്മൾ മക്കയിലും മദീനയിലും സിയാറത്തും അതുപോലെ തന്നെ ഉംറയും തവാഫും ഒക്കെ ആയിട്ടായിരുന്നു ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയിരുന്നത്. എന്നാൽ ഇന്നാണ് ശരിക്കും നമ്മൾ ഹജ്ജിലേക്കുള്ള ചുവട് വെക്കുന്നത്. അങ്ങനെ മദീനയിലെ താമസത്തിന് ശേഷം ദുൽഖുലൈഫ മീക്കാത്തിൽ നിന്നും ഹജ്ജിന് ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഞാൻ കൊളപ്പുറം സൈനി ഉസ്താദിൻ്റെ ബസ്സിലായിരുന്നു. എല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങി ഉസ്താദിൻ്റെ കൂടെ ഒരുമിച്ച് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. ഇത് ഉമർ ദാരിമി ഉസ്താദിൻ്റെ കൂടെയുള്ള ഹാജിമാരാണ്. ഓരോ അമീറിൻ്റെ കീഴിലുള്ള ഹാജിമാരും ആ അമീറിനെ ശ്രദ്ധിച്ചു വേണം മീക്കാത്തിലേക്ക് പോകേണ്ടത്. കാരണം കൂട്ടം തെറ്റാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് മീക്കാത്ത്. സുഖമില്ലാത്തവരെയും നടക്കാൻ പ്രയാസമുള്ളവരെയും മീക്കാത്തിലെത്തിക്കാൻ ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങളും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന രോഗികളെ ചെക്കപ്പ് ചെയ്യാനും പരിശോധിക്കാനും ശുശ്രൂഷിക്കാനും ഇത്തരം ഹോസ്പിറ്റൽ ജീവനക്കാരും മീക്കാത്തിലുണ്ടാകും. ടോയ്ലറ്റിൽ പോകാനും വുളു എടുക്കാനും നമസ്കരിക്കാനുമൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ സ്ഥലങ്ങളാണ്. വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് എല്ലാവരും ബസ്സിലേക്ക് തന്നെ തിരിച്ചു വരണം. ശേഷം അമീർ എല്ലാവർക്കും ഹജ്ജിൻ്റെ നിയ്യത്ത് വെച്ച് കൊടുക്കും. ആദ്യം പകരക്കാർക്ക് ഹജ്ജ് ചെയ്യുന്നവർക്കും പിന്നെ സ്വന്തമായി ഹജ്ജ് ചെയ്യുന്നവർക്കും വെവ്വേറെ നിയ്യത്ത് അമീറുമാർ പറഞ്ഞു കൊടുക്കും.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു അൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല അൻ ഉമ്മി എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാക്ക് പകരമായി ഹജ്ജ് ചെയ്യാൻ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല അൻ അബി എൻ്റെ ഉപ്പാക്ക് പകരമായി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി. അല്ലാഹു തആലക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതി. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തു. അങ്ങനെ 2026 വർഷത്തെ ഹജ്ജിന് അൽ ഹിന്ദ് ഹാജിമാർ ഇഹ്റാം ചെയ്ത് നിയ്യത്ത് വെച്ച് ഹജ്ജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ചുണ്ടിൽ തസ്ബീഹിൻ്റെ ബന്ധങ്ങൾ മാത്രം. ഇപ്പോൾ ഹാജിമാർ പോകുന്നത് അസീസിയ ബിൽഡിങ്ങിലേക്കാണ്. ഇവിടെ 2 ദിവസം താമസിച്ച് ദുൽഹജ്ജ് 8-ന് മിനയിലേക്ക് പോകും. മിനയിലെ ഈ വർഷത്തെ ഹാജിമാരുടെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا